നമസ്കാരം പ്രിയമുള്ളവരെ, കുറച്ചു ദിവസങ്ങളായ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുവാൻ കഴിയുന്നില്ല. 2 ചാനലുണ്ട്, രണ്ടും വീഡിയോ ഇടുവാൻ കഴിയുന്നില്ല. വീണ്ടും സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന അവസരത്തിലാണ് ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് വാഴ സിനിമയിൽ ചോദിച്ചതുപോലെ എന്തൊക്കെയാണ് ഈ 2-3 ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിൽ സംഭവിച്ചത് എന്ന ഒരു ചോദ്യം ഉയരുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ മിശിഹയായിരുന്ന വിനോജ് നായർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ പ്രവർത്തകൻ, അദ്ദേഹം ഇപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് മറുകണ്ഠം ചാടി മോഡി സ്തുതിയും സംഘപരിവാര സ്തുതിയും ഒക്കെയായി മാറിയിരിക്കുന്നു. അതുപോലെയുള്ള രമേശൻ സ്വാമി, അദ്ദേഹവും ഇപ്പോൾ സംഘപരിവാര പാളയത്തിലാണ് എന്ന് പറയുന്നു. ആ, അങ്ങനെ വലിയ മാറ്റങ്ങൾ കേരളത്തിലെ സാമൂഹ്യ മാധ്യമ ഇടങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ 2 ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്ന്. അതുമായി ബന്ധപ്പെട്ട് സഫീന ബീവി മുതൽ അനിൽ മുഹമ്മദ് വരെയുള്ള ആളുകളുടെയൊക്കെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എൻ്റെ ഒരു അഭിപ്രായം ഇതിൽ ചോദിച്ചുകൊണ്ട് എൻ്റെ ചില സബ്സ്ക്രൈബർമാർ സംശയം പ്രകടിപ്പിച്ചു, എൻ്റെ അഭിപ്രായം എന്താണ് എന്ന്. എൻ്റെ ഒരു വീക്ഷണത്തിൽ വിനോജ് നായരും അതുപോലെ സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകൾ തിരഞ്ഞു നടക്കുന്ന ആളുകൾക്കും അവർക്ക് ഏതെങ്കിലും പ്രത്യേക സമുദായത്തോടോ അല്ലെങ്കിൽ പ്രത്യേക നിലപാടുകളോടോ ഒന്നും താല്പര്യമില്ല. അവരുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് അത് പൈസയിൽ അധിഷ്ഠിതമാണ്. ആർക്കാണോ കൂടുതൽ പൈസ നൽകുവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഏത് കണ്ടന്റ് ഇട്ടാലാണോ കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്ത് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സ് വഴി അവർക്ക് യൂട്യൂബിൽ പ്രവർത്തനം കൊണ്ട് പൈസ കിട്ടുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊക്കെയും അവർ യൂസ് ചെയ്യും. അല്ലാതെ ആരോടും അവർക്ക് അമിതമായ ആത്മാർത്ഥതയോ ഒന്നുമില്ല. അവരുടെയൊക്കെയും ആദർശം എന്ന് പറയുന്നത് പൈസയുടെ അധിഷ്ഠിതമായി നിൽക്കുന്നു എന്നതാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് തെറ്റിദ്ധരിച്ച് അവരെ സോഷ്യൽ മീഡിയയിലും സാമൂഹിക മാധ്യമങ്ങളിലും ഒക്കെ പിന്തുണച്ചാൽ നമ്മൾ മുഞ്ചി എന്ന് പറയുക മാത്രമേ തരമുള്ളൂ. അതിപ്പോൾ വിനോജ് നായരായാലും സോമി ആയാലും അല്ലെങ്കിൽ മറ്റു പലരായാലും അവരുടെയൊക്കെ കണ്ടൻറ്റുകളുടെ ഒരു സ്വഭാവം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവർ ചിലപ്പോഴൊക്കെ ന്യൂനപക്ഷങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് വീഡിയോ ഇടും, മറ്റു ചിലപ്പോൾ സംഘപരിവാരങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് വീഡിയോ ഇടും. എല്ലായിടങ്ങളിലുമുള്ള സബ്സ്ക്രൈബറെ നേടുക എന്നതിനപ്പുറം അവർക്ക് ഏതെങ്കിലും ആത്മാർത്ഥത ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് മറുനാടൻ്റെ കാര്യം തന്നെ എടുത്താൽ അദ്ദേഹം നിരന്തരം BJP പ്രകീർത്തനങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ. പക്ഷേ ചിലപ്പോഴൊക്കെ അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു, ബിന്ദു കൃഷ്ണയെ സന്ദർശിക്കുന്നു. അത് ഒക്കെയും ഒരു വ്യവസ്ഥാധിഷ്ഠിതമായ അല്ലെങ്കിൽ തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ചില തന്ത്രങ്ങൾ ആണ് എന്ന് വിലയിരുത്താം. ഈ വിനോജ് നായരുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ ഏതെങ്കിലുമൊക്കെ അന്വേഷണ ഏജൻസികൾ വിരട്ടി ഇപ്പോൾ സംഘപരിവാര അനുകൂല വീഡിയോ ഇടിയിക്കുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകാം ഇപ്പോൾ ഈ നിലവിലുള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരെ ഇത്തരം വിഷം വമിപ്പിച്ചാൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടൂ. അപ്പോൾ ഒരുപാട് കമൻറ്റും ലൈക്കും ഒക്കെ കിട്ടും. ചെറിയ ഒരു ന്യൂനപക്ഷം വരുന്ന ഒരു സമുദായത്തെ, കേരളത്തിലെ ഒരു സമുദായത്തിനോടൊപ്പം നിന്നാൽ അതിലുള്ള ആളുകൾ കുറവായിരിക്കാം. ഒരുപക്ഷെ ലൈക്കും ഷെയറും കമൻറ്റും പൈസയും ഒന്നും കിട്ടില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടാകാം. സ്നേഹം പറയുന്നതിനേക്കാൾ സമൂഹത്തിൽ എപ്പോഴും ചിലവാകുക വിദ്വേഷം വമിപ്പിക്കുന്ന വാക്കുകളാണ് എന്ന ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം അത്തരത്തിലുള്ള വീഡിയോകളിലേക്ക് പോയത്. ഞാനിപ്പോഴും പറയുന്നു, അദ്ദേഹത്തെ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ വിരട്ടി ഇങ്ങനെയുള്ള വീഡിയോകൾ എടുപ്പിക്കുന്നതാണ് എന്ന ചില കമൻറ്റുകളോട് എനിക്കും ഒട്ടും യോജിക്കുവാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ സംഘപരിവാര പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തിന് എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകാം. തങ്ങൾക്ക് അനുകൂലമായ വീഡിയോകളോ മറ്റോ ഇട്ടാൽ ഏതെങ്കിലും സോഴ്സ് വഴി അദ്ദേഹത്തിന് ധനസഹായം ലഭിക്കുന്നുണ്ടാകാം. അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നതിനപ്പുറം ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഏജൻസികൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് കിട്ടുന്ന ഒരു വാല്യൂ കൂടുതലാണ്. അവർക്ക് ജനങ്ങളെ പെട്ടെന്ന് സ്വാധീനിക്കുവാൻ കഴിയുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ അടുത്ത സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒക്കെയും ആക്റ്റീവായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തകർ അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കപ്പെടുന്ന നിമിഷങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അത് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നതെന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ആളുകൾ അവർ മന്ത്രിമാരുമായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടും ഒക്കെ നിൽക്കുന്ന അവരുടെ പ്രകീർത്തനങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ഒക്കെയും വീഡിയോകൾ അത് രാഷ്ട്രീയ പ്രവർത്തകർ യൂസ് ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ആദ്യം നോർത്ത് ഇന്ത്യയിൽ ഇത്തരം പ്രവണതകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ്
യൂറോപ്പിലൊക്കെയും യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആളുകളുമോടൊപ്പം നിന്ന് അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെയും അവരുടെ യൂട്യൂബ് ചാനലുകളിലൊക്കെ വന്ന് വീഡിയോ ഒക്കെ ഇട്ട് അവരുടെ ഒരു രാഷ്ട്രീയ സ്വാധീനം ജനങ്ങളുടെ ഇടയിൽ ഉറപ്പിച്ചു നിൽക്കുവാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സംഘപരിവാരത്തിൻ്റെ ഒരു ലക്ഷ്യമായിരിക്കാം യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആളുകളുടെയും ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇടുന്ന ആളുകളെയും ഇൻഫ്ലുവൻസർമാരും ഒക്കെ സ്വാധീനിച്ച് തങ്ങളുടെ രാഷ്ട്രീയം പറയുക എന്നത്, അങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കുക എന്നത്. കാരണം കേരളത്തിൽ BJP പയറ്റുന്ന ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ, ഇപ്പോൾ 3 സീറ്റ് കിട്ടിയിട്ടുണ്ട് നിയമസഭയിൽ, അതൊരു ചെറിയ കാര്യമല്ല. നിയമസഭയിൽ അവരുടെ ശബ്ദമുയരും. അങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ ഉയരുവാനുള്ള ശ്രമങ്ങളുണ്ടാകും. അങ്ങനെ ചില യൂട്യൂബർമാരൊക്കെ വിലക്കെടുത്ത് അവരെ കൊണ്ട് മോഡി പ്രകീർത്തനങ്ങളൊക്കെ നടത്തി അടുത്ത ഒരു നിയമസഭാ ഇലക്ഷന് വേണ്ടിയുള്ള അരങ്ങ് ഒരുക്കുകയാണ് BJP എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെയൊക്കെയും ഒരു ഇതായിട്ട് നമുക്ക് ഇതിനെ വിലയിരുത്താം. ഇനി യൂട്യൂബിൽ വീഡിയോ ഇടുന്ന മിക്ക ആളുകളും അവരുടെ കണ്ടൻറ്റുകൾ നോക്കിയാൽ നമുക്ക് വ്യക്തമാകും അവരുടേതൊന്നും ആദർശാധിഷ്ഠിത രാഷ്ട്രീയം അല്ലെങ്കിൽ ആദർശാധിഷ്ഠിത നിലപാടുകളല്ല. കണ്ടൻറ്റുകൾക്കനുസരിച്ച് അവർ ഇങ്ങനെ പ്രകീർത്തനങ്ങളും വിമർശനങ്ങളും ഒക്കെ തുടർന്നു കൊണ്ടിരിക്കും എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇനി എനിക്ക് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളോട് പറയാനുള്ളത്, ആരെങ്കിലും യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോ ഇടുന്ന ആരെങ്കിലുമൊക്കെ തങ്ങളുടെ രക്ഷകരാണ്, മിക്ഷികയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളും ഒക്കെയുണ്ട്. അതൊക്കെയും പണത്തിനധിഷ്ഠിതമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ അല്ലെങ്കിൽ സംഘടനകളെ വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ അതെൻ്റെ അഭിപ്രായത്തിൽ അത് മുസ്ലിം ലീഗ് മാത്രമാണ്. കാരണം കുറച്ചുകൂടി സമന്വയത്തോടു കൂടി വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പഠിച്ചും അപഗ്രഥിച്ചുമാണ് അവരുടെ നിലപാടുകൾ വരുന്നത്. ചില ആളുകൾക്കൊക്കെ അവർ കീഴടങ്ങുന്നു എന്ന് തോന്നാം. പക്ഷേ അവർ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിന് വേണ്ടി അവർക്ക് വിദ്യാഭ്യാസവും സാമൂഹികപരമായ ഉന്നമനം ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി ലീഗ് ചെയ്യുന്ന ചില വിട്ടുവീഴ്ചകൾ അതുപോലും ആ സമുദായത്തിന് ഉപകാരപ്രദമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ചും വർഗീയ അല്ലെങ്കിൽ തീവ്ര നിലപാടുകൾ പുലർത്തിയിരുന്ന പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും, ഇപ്പോൾ SDPയുടെയും അതുപോലെ PDPയുടെയും ഒക്കെ നിലപാടുകൾ നമ്മൾ കണ്ടു. അവർ മിക്കപ്പോഴും സംഘപരിവാരങ്ങളുമായിട്ട് ഒക്കെയും കോംപ്രമൈസ് ചെയ്തു പോകുന്ന രാഷ്ട്രീയം നമ്മൾ കണ്ടു. പക്ഷേ ലീഗ് ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഇത്തരം തീവ്രതകളും അല്ലെങ്കിൽ ഭയപ്പാടുകളും സ്വന്തം സമുദായത്തിൽ വളർത്തുന്നതിന് പകരം അവർ പ്രദാനം ചെയ്യുന്ന സമുദായത്തെ സാമൂഹികമായും രാഷ്ട്രീയമായും വിദ്യാഭ്യാസപരമായും മുന്നോക്കം കൊണ്ടുവരുവാൻ കഴിയുന്നു എന്നതൊരു വലിയ യാഥാർത്ഥ്യമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിനുവേണ്ടി അവർ സമന്വയവും ഒക്കെ സ്വീകരിക്കുന്നു എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ നടക്കാൻ പോകുന്ന ഒരു സംഘട്ടനം അത് ഇങ്ങനെ ഊതിപ്പെരുപ്പിച്ച് ഭയം പ്രതിദാനം ചെയ്ത്, അല്ലെങ്കിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ഭയത്തോടുകൂടി ജീവിക്കേണ്ടി വരുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് സ്വന്തം സമുദായങ്ങളെ, അത് മുസ്ലിം ഹൈന്ദവ തീവ്രവാദി സംഘടനകളായാലും അതിങ്ങനെ പരസ്പരം വിദ്വേഷം പുലർത്തി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കുന്നതാണ്. സ്വന്തം സമുദായത്തിൻ്റെ അകത്ത് നടത്തുന്ന വിദ്യാഭ്യാസവും സാമൂഹികവും സാംസ്കാരികവുമായ ഉന്നമനത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് പ്രകീർത്തിക്കാം. അത് ഹൈന്ദവ മുസ്ലിം ക്രൈസ്തവ സംഘടനകളായാലും നമുക്ക് പ്രകീർത്തിക്കാം. അവരവരുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ആ സമുദായത്തിൽ ചില സാമൂഹികമായ അല്ലെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ട് പിന്നോക്കം പെട്ടുപോയ ആ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളെ നമുക്ക് പ്രകീർത്തിക്കാം, അതിനെ പ്രശംസിക്കാം. അതിനപ്പുറം സമൂഹത്തിൽ വർഗീയത വളർത്തി പരസ്പരം വിദ്വേഷം, സംശയം പരസ്പരം ജനിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തികൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് ഈ ബിനോജ് നായരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായാലൊക്കെ ആ കണ്ടൻറ് ക്രിയേറ്റർമാരുടെയൊക്കെ ലക്ഷ്യം പൈസയാണ്. അതിനപ്പുറം അവർക്ക് സമൂഹത്തോട് പ്രതിബദ്ധതയില്ല എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.